അതിലാ ഡ്രൈവർ നേരെ കൊണ്ട് ബസ്സിനെ കൂടി വഴി ഊട്ടിയിലേക്കാ. നമ്മൾ ഗീറിടാനൊക്കെ പഠിച്ചു. ശരി ഇപ്പൊ ഞാനാ വീണ്ടും 1 2 ഓഫാക്കൂല അടുക്ക്. അപ്പൊ നമ്മൾ അഖിലിനെ അഖിൽ ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് ദൃഢമാക്കാൻ നമ്മൾ പോവാണ്. ലൈസൻസ് ഉണ്ട് നിനക്ക്? നിന്റെ ലൈസൻസ് കൊണ്ടാ ഞാൻ കാണിച്ചു കൊടുത്തോളാം. അപ്പോൾ ഞാനുണ്ട്, അഖിലുണ്ട്, ഗോകുലുണ്ട്. ഗോകുൽ ഹായ് പറയൂ. ഗോകുൽ ഇതാണ് നമ്മുടെ ഗോകുൽ. നിങ്ങൾക്ക് അറിയാം ഗോകുലിനെ. ഇതാണ് നമ്മുടെ ഗോകുൽ. കോൺസെൻട്രേഷൻ ഒന്നും പോരാ, ധൈര്യമായിട്ട് ഒഴിച്ചോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ അഖിലിനെ ഡ്രൈവിംഗ് ഒന്ന് എക്സ്പേർട്ട് ആക്കാൻ വേണ്ടി പോവാണ്. ലൈസൻസ് ഒക്കെ ഉണ്ടാവില്ല, ഞാൻ കാണിച്ചു കേട്ടോ. ലൈസൻസ് ഇല്ലാന്ന് ആരും വിചാരിക്കണ്ട, ലൈസൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ ലൈസൻസ് മാത്രമേ ഉള്ളൂ, ഓടിച്ചുള്ള പരിചയം കുറച്ച് കുറവാണ്. അപ്പോൾ അവരൊരു എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് എണ്ണ അടിക്കാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് അടിക്കാം ഇവിടെ കേട്ടോ. അപ്പോൾ ഫുൾ ടാങ്ക് അടിക്കട്ടെ. ഇതാ നിൽക്കുന്ന ഒരു എൽബോർഡ്. നമ്മൾ എൽബോർഡ്, അവർ എൽബോർഡ് കലക്കും. അപ്പോൾ 500 രൂപ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് അത് മുഴുവൻ ഒന്ന് തീർക്കണം, ഓടിച്ച് ലെവലാക്കി തീർക്കണം. പറ്റുമോ? ഞാൻ 500 അടിച്ചതിൽ കിടക്കും. അങ്ങനെ കിടത്തരുതേലേ. നല്ല സ്പീഡിലാണല്ലോ. 45 അടക്കല്ല. ഡ്രൈവിംഗ് ഇച്ചിരി സൂപ്പറാണല്ലോ. അവരെന്താ പ്രശ്നം? ഇതല്ല നന്നായിട്ട് ഓടിക്കണ്ടല്ലോ. ഇപ്പൊ ഏത് ഗിയറിലാ? 4th ഗിയറിലാ? ഭയങ്കര ഡ്രൈവറായിട്ട് വല്ലേ. നോക്കോ എങ്ങനെയുണ്ട് ഇവരെ ഡ്രൈവിങ്? വരുന്ന ഒരു ബസ്സല്ലേ, വളവും. വേണമെങ്കിൽ ഒന്ന് ഗിയറൊക്കെ ഡൗൺ ചെയ്യാട്ടാ. കുറച്ച് മുന്നേ തന്നെ ചെയ്താൽ പോട്ടെ. ക്ലച്ച് താങ്ങരുത്, ക്ലച്ച് താങ്ങാതെ എടുക്കാൻ ശ്രമിക്കട്ടാ. പേടി മാറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിച്ച് ലെവലാവണോ? എന്താ അവിടെ നല്ലൊരു ഇറക്കം, ഒരു വണ്ടി അവിടുന്ന് വരുന്നത്. അധികം അടിച്ചിറക്കണ്ട. അങ്ങനെ പോയിക്കോട്ടെ, അധികം അടിച്ചിറക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ലെവൽ തന്നെയാണ്. പോട്ടുണ്ട് മാക്സിമം നമ്മളെ സൈഡ് കീപ്പ് ചെയ്തിട്ട് പോവാ. നമ്മുടെ റോങ് സൈഡിലേക്ക് നമ്മൾ കയറാതിരുന്നാൽ മതി. ഓട്ടെ. അപ്പോൾ ഈ ഓടിക്കാനൊക്കെ ലെവലായി. ഇനിയിപ്പോൾ ഈ എൻ്റെ പേടി മാറാനുള്ളൂ. ഓടിച്ചെൻ്റെ പേടി മാറണം. ഈ എന്തേലും പറ. ഇതല്ലേ നല്ലൊരു കയറ്റം, നല്ലോണം ഹോൺ അടിച്ചിട്ട് ഗിയർ മാറ്റിക്കോ. നോട്ടെ. ഫസ്റ്റ് കിട്ടോ സെക്കൻഡ് കിട്ടണ്ട. അതാണ് ഞാൻ നേരത്തെ എന്നോട് ഞാൻ പറഞ്ഞത്. ആ വളവ് ഇപ്പോൾ നേരത്തെ എടുത്തില്ലേ, ആ വളവ് കണ്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഗിയർ മാറ്റിയിട്ട് പതുക്കെ ഗിയർ മാറ്റി അതിൽ എടുക്കാം. ഈ കാറ്ററിലും അത് തന്നെ സംഭവിച്ചു. പെട്ടെന്ന് ഉള്ള ആ ഗിയർ മാറ്റി അവിടെ നിർത്തിയിട്ടൊക്കെ എടുത്ത് വരുമ്പോൾ ബാക്കിൽ കയറ്റാണ്, ബാക്കിൽ വണ്ടി ഉണ്ടാവും. ഇനി അടുത്തതിൽ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. പതുക്കെ അത് മെയിൻ റോഡിലേക്ക് കയറുകയാണ്. വണ്ടി ഒന്നും ചെല്ലാൻ പാട്ടാണ്. വേർത്തോടി ബസ് മറച്ചോടി. അപ്പോൾ നമ്മൾ കടലുണ്ടി ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. കടുക്കെടുക്കണ്ട അവിടെ. കടുക്ക ചായക്കടി കടികൾ അല്ലെങ്കിൽ ചായയും കടിയും മറക്കരുത്. ഇതാണ് പതുക്കെ കണ്ടോ കടലുണ്ടി. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ നീ റോട്ടിൽ വേണ്ടിട്ട് പോയിന്. കടലുണ്ടി അതെ. ഗൈസ്, അപ്പോൾ നമ്മൾ കടലുണ്ടി പാലത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുകയാണ്.
സമൂസ എങ്ങനെ പോകുമോ? വെരി ടേസ്റ്റി. സത്യസന്ധമായിട്ട് അഭിപ്രായം പറയും. സത്യസന്ധമായിട്ട് പറയും. സത്യസന്ധമായിട്ട് പറയും. സമൂസ കഴിച്ചുകൊണ്ട് പറയണേ, പുള്ളിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോ ആലോചിച്ചിരിക്കാൻ തോന്നുന്നു. ടേസ്റ്റില്ല. കഴിച്ചിട്ട് ടേസ്റ്റില്ല. അപ്പോൾ മൂന്നാമത് എടുക്കണം. ടേസ്റ്റില്ല. ചായ കുടിച്ചില്ലേ ഗോഗോ? ചായ ഇഷ്ടപ്പെട്ടോ? ഹോർലിക്സാ കുടിച്ചത്. ഇഷ്ടപ്പെട്ടോ? പെട്ടോ? കടി പെട്ടോ? പെട്ടില്ലേ? കടി പെട്ടു. എന്താ പ്രശ്നം? കടി വലിയ സുഖം ഉണ്ടായിരുന്നില്ല. നമ്മളെന്തൊക്കെ കഴിച്ചു? സമൂസ കഴിച്ചു, ഉള്ളിവട കഴിച്ചു, പിന്നെന്തായിരുന്നു? കട്ട്ലേറ്റും കഴിച്ചു. 3 ശോകം. ചായ മാത്രം കൊള്ളാം. ഞാനൊരു കോഫി കുടിച്ചു, അതും കൊള്ളാം. അപ്പോൾ അഖിലിൻ്റെ ഡ്രൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അഖിൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അല്ല അഖിലെ? നല്ല ഡ്രൈവിംഗ് ആണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വലിയൊരു ഡ്രൈവർ ആവാം. വിജനമായി കിടക്കുന്ന റോഡും അഖിലും. അയ്യോ, റോഡും അഖിലും. മോനെ ഫോർത്ത് ഗിയറൊക്കെ വയ്യ. അപ്പോൾ ഗൈസ് നമ്മളിത് ഏകദേശം അഖിലിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ആഗ്രഹമായത് പഠിത്തക്കാരനായി. ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പോവാണ്. ഇനി അഖിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നതാണ് അല്ലേ അഖില? അല്ല, നമ്മളിപ്പോ അങ്ങനെ ഗൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതില്ലാതെ ഇനി അഖിലെ ഒറ്റയ്ക്ക് വണ്ടിയായിട്ട് പോകുന്ന ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം. അപ്പോൾ അഖിലെ എല്ലാവിധ ആശംസകളും. അല്ല ഗോഗ? ഫോണിലാരാടാ? ആ, നമ്മുടെ പാരീസിലുള്ള മച്ചാനാണോ? മാൻ, ഇവനാണ് ഞങ്ങളുടെ പാരീസിലുള്ള നിഖിൽ. ഞങ്ങളെ ചതിച്ച് പാരീസിലേക്ക് കടന്നു കളഞ്ഞ ഞാൻ ദുബായ് മറ്റേ ഇയാൾ പടത്തിലേക്കടാ, ഞാൻ കോടീശ്വരനായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയി എന്ന് പറഞ്ഞ ആളാണിത്. അവിടെ കണ്ടോ? അവന് അവിടെ ഇപ്പൊ എല്ലാം ഉണ്ട്. കാറുണ്ട്, ബംഗ്ലാവുണ്ട്, കോടികളുടെ ആസ്തി. എന്റെ മോനെ, നീ ഭയങ്കരനാടാ കുട്ടാ. അപ്പൊ അവൻ അവിടെ പാരീസിൽ. അപ്പൊ ഗൈസ്, നമ്മള് ഇന്നത്തെ അഖിലിന്റെ ഡ്രൈവിംഗ് പരിശീലനം ഏകദേശം അവസാനിക്കാറായി. നമ്മളിതാ അവന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടോ. ഹെവി ഡ്രൈവറായി കണ്ടോ? ഓഫ് റോഡിലൂടെയൊക്കെയാണ് അവൻ ഡ്രൈവ് ചെയ്യണത്. മോനെ സെറ്റ്. അപ്പൊ ഗൈസ്, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ. ഓക്കെ, ബൈ. ബൈ. ഗോകു ബൈ. ബൈ.